ഇന്ത്യയിൽ നിന്നുള്ള 700 വിദ്യാർത്ഥികൾ കാനഡയിൽ നാടുകടത്തൽ ഭീഷണിയിൽ. കാനഡയിലെ വിവിധ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനായി നൽകിയ ഓഫർ ലെറ്ററുകൾ വ്യാജമാണെന്ന് കാട്ടിയാണ് വിദ്യാർത്ഥികളെ നാടുകടത്താനൊരുങ്ങുന്നത്. കാനഡ ബോർഡർ സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് ലഭിച്ചതായാണ് വിവരം. മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ജലന്ധർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രിജേഷ് മിശ്രയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ മൈഗ്രേഷൻ സർവീസ് വഴിയാണ് ഈ വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിച്ചത്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് അഡ്മിഷൻ ഫീസ് അടക്കം 16 ലക്ഷം രൂപയാണ് ഈടാക്കിയതെന്നാണ് വിവരം. ഇതിൽ വിമാന ടിക്കറ്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉൾപ്പെട്ടിട്ടില്ല. 2018 മുതൽ 19 കാലത്താണ് വിദ്യാർത്ഥികൾ പഠനത്തിനായി കാനഡയിലേക്ക് പോയത്. തുടർന്ന് ഇപ്പോൾ കാനഡയിൽ പെർമനന്റ് റെസിഡൻസിനായി അപേക്ഷിച്ചപ്പോഴാണ് തട്ടിപ്പ് വെളിച്ചത്തായത്. PR-ന്റെ ഭാഗമായി അഡ്മിഷൻ ഓഫർ ലെറ്റർ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് അവ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിലെ മിക്ക വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി ജോലിക്ക് കയറിയവരാണ്. കാനഡയിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് ആദ്യമായിട്ടാണെന്നാണ് വിവരം. നാടുകടത്തൽ നോട്ടീസുകളെ കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ഏക പോംവഴിയെന്നും അവിടെ നടപടികൾ ഏകദേശം 4 വർഷം നീണ്ടു നിൽക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഓഫർ ലെറ്റർ തട്ടിപ്പ് സംബന്ധിച്ച യാതൊരുവിധ പരാതികളും കിട്ടിയിട്ടില്ലെന്ന് പോലീസ് കമ്മീഷണർ ജലന്ധർ കുൽദീപ് സിംഗ് ചാഹർ പറയുന്നു. ജലന്ധറിൽ പ്രവർത്തിക്കുന്ന ബ്രിജേഷ് മിശ്രയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ മൈഗ്രേഷൻ സർവീസ് വഴിയാണ് വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിച്ചത്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹംബർ ഉന്നത വിദ്യാഭ്യാസത്തിനായി 2022 കാനഡയിലെത്തിയത് 5,50,000-ലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ്. 2022 184 രാജ്യങ്ങളിൽ നിന്നായി 5,51,405 അന്തർദേശീയ വിദ്യാർത്ഥികൾ വടക്കേ അമേരിക്കൻ രാജ്യമായ കാനഡയിലെത്തിയെന്നാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ട ഡേറ്റ പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് 2,26,450 സ്റ്റുഡന്റ് വീസകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. 52,165 സ്റ്റുഡന്റ് വീസയുമായി ചൈന 2ാം സ്ഥാനത്തും ഫിലിപ്പൈൻസ് 3ാം സ്ഥാനത്തുമാണ്. 2021 4,44,260 സ്റ്റുഡന്റ് പെർമിറ്റിനാണ് കാനഡ അനുമതി നൽകിയത്. അതേസമയം 2019 ഇത് 4,60,600 ആയിരുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2021 അപേക്ഷിച്ച് 2022 1,07,145 പേരാണ് കാനഡയിലേക്ക് പോയത്. 2022 ഡിസംബർ 31 കണക്കനുസരിച്ച് 8,07,750 അന്തർദേശീയ വിദ്യാർത്ഥികളുടെ പക്കൽ സാധുവായ പെർമിറ്റ് ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. 3,19,130 വിദ്യാർത്ഥികളുമായി ഇന്ത്യക്കാരാണ് ഈ പട്ടികയിലും ഒന്നാമത്. ചൈന, ഫിലിപ്പൈൻസ് എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. കോളേജിലേക്കുള്ള പ്രവേശന ഫീസ് ഉൾപ്പെടെ എല്ലാ ചെലവുകൾക്കുമായി ഒരു വിദ്യാർത്ഥിക്ക് 16 ലക്ഷത്തിലധികം രൂപ ഈടാക്കിയിരുന്നു.